ആ ബുക്ക് ഞാൻ ഇന്നാൾ നോക്കിയിട്ട് കയ്യനായിപ്പോയി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചിറ്റ്ചാറ്റ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു Q&A ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒരു ചിറ്റ്ചാറ്റ് വീഡിയോ ചെയ്യാം. ചിറ്റ്ചാറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബെയർ ഫേസിൽ വന്നതിന് കാര്യം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ ചിറ്റ്ചാറ്റ് ചെയ്യാന്ന് വെച്ചു. ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ട്രീ ഒക്കെ എടുത്ത് വയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മടി കാരണം നടന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് സെം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോഴത്തേനും മനസ്സിലായി അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ക്ലാസ് തുടങ്ങുള്ളൂ. ഒരു ഡേ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ലീവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ യാത്ര ചെയ്ത് തിരിച്ചു വന്നു. ക്ഷീണിച്ച് കിടന്നുറങ്ങി ഒരു ദിവസം മുഴുവൻ. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ഫുൾ ഡേ ക്ലീനിങ്ങിന് പോയി. പിന്നെ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും മൂഡില്ലായിരുന്നു. ദെൻ ബിസിയായി. വീഡിയോ എടുത്തു, പിന്നെ കറങ്ങാൻ പോയി, അങ്ങനെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ട്രീ എടുത്ത് വയ്ക്കുക, അത് ഡെക്കറേറ്റ് ചെയ്യുക ഭയങ്കര കഷ്ടപ്പെടല്ലേ. സോ ഞാൻ ഈസി പണി ചെയ്തതാണ്. വലിയ ഭംഗിയില്ലെന്ന് എനിക്കറിയാം. സാരമില്ല കേട്ടോ. ഇന്നത്തേക്കല്ല, ഈ വർഷത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഇതായിരുന്നു പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. നമുക്ക് നോക്കാം. കുറച്ച് മീൻസ് 3 പേര് ചോദിച്ചിട്ടുള്ളൂ. നോ, ഒരാൾ റിപ്പീറ്റാണ്, 2 പേര് ചോദിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അക്ഷയ രശ്മി 2026 റെസൊല്യൂഷൻസ് ആണ്. ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ഇനി എന്താ ഹാപ്പി ഹെൽത്തി ഞാൻ എപ്പോഴും പറയും, പീസ്ഫുൾ ആയിരിക്കുകയൊക്കെ. പിന്നെ പുതുതായിട്ട് റെസൊല്യൂഷൻസ് എനിക്ക് ഫിനാൻഷ്യലി കുറച്ചുകൂടെ ബെറ്റർ ലെവലിൽ എത്തണമെന്നുണ്ട്. ഫിനാൻഷ്യലി ഹയർ ലെവലിൽ എത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാത്തിനും ഒരു സ്റ്റെപ്പ് ആണല്ലോ. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പോയാൽ ഇങ്ങനെ തന്നെ വീഴും. സോ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എന്നാലും എനിക്ക് അടുത്ത വർഷം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ആകെയുള്ള ഇപ്പോൾ ഏണിംഗ് മെത്തേഡ് ഇതാണ്. സോ കുറച്ചുകൂടെ ബെറ്റർ ആവണമെന്നുണ്ട്. ഫിനാൻഷ്യലി എന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അക്ഷയ രശ്മി എന്നെ 4 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വാട്ട് കീപ്സ് യു ഗോയിങ് ഇൻ യൂട്യൂബ്? ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂട്യൂബ് തുടങ്ങിയതിന്റെ കാരണം പലതാണ്. ഒരൊറ്റ കാരണം എനിക്ക് എടുത്തു പറയാനായിട്ടില്ല ആക്ച്വലി. പക്ഷേ അന്നും ഇന്നും ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതാണ്. യൂട്യൂബ് തുടങ്ങുന്നത് ഞാൻ 2019 2018-17 കാലഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചിരുന്നു തുടങ്ങുമെന്ന്. ഞാൻ അതിനു മുമ്പ് എഴുതുന്നുണ്ടായിരുന്നു പല പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട്. ഒരുപാടല്ല, ചില പ്ലാറ്റ്ഫോമിൽ. കാരണം അന്ന് എൻ്റെ ഫോക്കസ് എഴുത്തായിരുന്നു. പക്ഷെ എനിക്ക് മേക്കപ്പും കളേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇനി ഇച്ചിരി മേക്കപ്പ് ചെയ്യട്ടെ. ഞാൻ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് വരെ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്വന്തം ഉള്ള അറിവ് വെച്ചിട്ട്. സോ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്യാൻ എന്തൊക്കെയോ അറിയാമെന്ന്. നല്ലപോലെ അറിയാമെന്നല്ല, എന്തൊക്കെയോ അറിയാമെന്ന്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഈ ഐലൈനറും ഐ ഷാഡോയും കളേഴ്സും ഒക്കെ വെച്ചുള്ള പ്ലേ. സോ ഞാൻ മേക്കപ്പ് എടുത്തത് അതുകൊണ്ടാണ്, ബ്യൂട്ടി ഫാഷൻ എടുത്തത്. പിന്നെ അന്ന് ഞാൻ ഈ ഇതിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയേനെ. കാരണം ഞാൻ ഏറ്റവും ഡൗൺ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് യൂട്യൂബിൽ വന്നതും. ഞാൻ അതുകൊണ്ടാണ് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. അന്ന് എനിക്ക് യൂട്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരവസ്ഥ ഫീൽ ചെയ്ത ടൈമായിരുന്നു. കാരണം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഈ ലോകത്തുനിന്നൊരു ഫീലുള്ള ടൈമിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഡൗൺ സ്റ്റേജിലുള്ള ഒരാളായതുകൊണ്ടാണ് യൂട്യൂബ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത്. എനിക്ക് നഷ്ടമൊക്കെ കച്ചവടമായിട്ട് പോലും ഇപ്പം ഭയങ്കര വേറെ നഷ്ടം എന്ന് പറയുന്നില്ല. ഇടയ്ക്ക് എനിക്ക് ഭയങ്കര നഷ്ടം. ഞാൻ കയ്യിലുള്ള പൈസയൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് നഷ്ടമാണ്. ഫിനാൻഷ്യലി എനിക്ക് ഭയങ്കര ലോസ് ആയിട്ടുള്ള കാര്യമാണ് യൂട്യൂബ്. ഞാൻ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ട് പൈസ ഏൺ ചെയ്ത് യൂട്യൂബ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലെ പൈസ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫിനാൻഷ്യലി എനിക്ക് നഷ്ടക്കച്ചവടമാണ്. പക്ഷേ ഇമോഷണലി എനിക്കിത് ഒരു ഹാപ്പി പ്ലേസ് ആണ്. സോ യൂട്യൂബ് ഞാൻ ഹാപ്പി ആയിരിക്കുന്ന കാലത്തോളം യൂട്യൂബ് ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഹാപ്പി അല്ലാത്ത അവസ്ഥയിൽ ഞാൻ നിർത്തും എന്തായാലും. പിന്നെ ഫിനാൻഷ്യലി ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതന്നെ ഞാൻ റോൾ ചെയ്ത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരുപാട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നഷ്ടം എനിക്ക് ഫിനാൻഷ്യലി ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് ഹാപ്പിനെസ് തരുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ വിചാരിക്കുന്നതെന്നറിയാമോ, ഇപ്പോൾ നമ്മൾ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ട് അത് വേറൊരാൾ നശിപ്പിച്ചുള്ളതിനേക്കാൾ നല്ല സ്വയം നശിപ്പിക്കുന്നില്ലെന്നാണ്. കാരണം വേറൊരാൾക്കാർ നമ്മുടെ സമ്പാദ്യം നശിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ സമാധാനിക്കും. ഓക്കെ, സ്റ്റുഡിയോൻ്റെ അത് ബ്ലഷ് കുഴപ്പമില്ല, വലിയ അടിപൊളിയൊന്നുമല്ല. മീൻസ് ഓയിലി സ്കിന്ന് വലിയ അടിപൊളിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെസൺസ് ലേൺ ദിസ് ഇയർ. ഞാൻ ഒരുപാട് ലേൺ ചെയ്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ തന്നെ ജീവിക്കുവാണ്. ഞാൻ എൻ്റെ ഒരു ബബിളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഇതുവരെ. ഞാൻ എഡ്യൂക്കേഷന് പോയപ്പോഴത്തേക്കും മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പഴയ ലഗേജുകളില്ലേ, ഇമോഷണലി ഒക്കെ ഉള്ളത്, ട്രോമകൾ,
പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പുതിയതിനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയതിന് ഒരു ഓപ്പൺ ഇതായിട്ട് തന്നെ എടുക്കാം എന്നത് എൻ്റെ ആഗ്രഹമാണ്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില ട്രോമകളില്ലേ, ഞാൻ എപ്പോഴും പ്രെജുഡൈസ് ഇല്ലാണ്ട് ഇങ്ങനെ എല്ലാം എടുക്കുന്ന ആളാണ്. പക്ഷേ ട്രോമകൾ നമ്മൾ എവിടെയൊക്കെ ഇട്ടൊന്ന് വലിക്കും. അപ്പോൾ ആ പാസ്റ്റ് ട്രോമകളെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യുകയും പുതിയതിനെ കുറച്ചുകൂടെ ഒന്ന് മീൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് പിന്നെ ഡീൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ബാക്കി ഞാൻ പ്രിജുഡൈസ് ഇല്ലാണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, പൊതുവെ എല്ലാം പ്രിജുഡൈസ് ഇല്ലാണ്ട് എടുക്കുക, കാണുക എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രോമയുള്ള കാര്യങ്ങളാണ് എന്നെ ഒന്ന് വലിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം, അതിൽ നിന്ന് പുറത്തു വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഇത് മാത്രമാണ് എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരു ലെസൺ. ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഒരു ബബിളിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായില്ല. ഞാൻ ആരെയും എൻ്റെ ലൈഫിലോട്ട് എടുത്തിട്ടില്ല, ഉള്ളവരെ പറഞ്ഞു വിട്ടിട്ടുമില്ല. എൻ്റെ പഴയ സോൺ എങ്ങനെയാണ് ആ സോൺ ഞാൻ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാം. പ്രോഡക്ട്സ് മേക്കപ്പ് സ്കിൻ കെയർ യു ലവ്ഡ് ഇൻ 2025 റെക്കമെൻഡേഷൻസ് ആണ്. ഞാൻ പുതിയ പ്രോഡക്റ്റ് അധികം ട്രൈ ചെയ്തിട്ടില്ല ഈ വർഷം. ഞാൻ ന്യൂ ഇയറിൽ ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു 2025. ഞാൻ അധികം പ്രോഡക്റ്റ് പുതിയത് വാങ്ങിക്കത്തില്ല. ഓൾറെഡി ഉള്ളത് ഞാൻ മാക്സിമം യൂസ് ചെയ്യും, പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് തൊട്ടുമുമ്പത്തെ വർഷത്തിൽ ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ട് എക്സ്പയർ ആയി പോയി, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സോ ഞാൻ ഈ വർഷം ഒരുപാട് വാങ്ങിച്ചിട്ടില്ല മേക്കപ്പ് പ്രോഡക്റ്റുകൾ. സോ അതിലെനിക്ക് റെക്കമെൻഡേഷൻസ് വളരെ കുറവാണ്. സ്കിൻ കെയർ ഞാൻ കംഫർട്ട് സോണിൽ നിന്നു, കാരണം പുതിയ പ്ലേസിൽ പോയതുകൊണ്ട് എനിക്ക് പുതിയത് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരിത് നോക്കി ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. സോ ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വർഷം ഒരു മാസമല്ലേ ഉള്ളൂ, ഈ മാസം തന്നെ എൻഡിൽ ഞാൻ ചെയ്യുന്നുണ്ടാകും കേട്ടോ. നെക്സ്റ്റ് പത്മലേഖ R7361 ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലാണോ പഠിക്കുന്നത്? അതെ, അവിടെയാണ് പഠിക്കുന്നത്. ആ അക്കൗണ്ട് തന്നെ നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഡിപ്പാർട്ട്മെന്റ്? യോഗ സ്റ്റഡീസ് ആണ്. ഐ എം എ ഫോർമർ സ്റ്റുഡൻറ് ഓഫ് CUK. ഹായ്, 2021-23 ബാച്ച് ആണ്. ബയോകെമിസ്ട്രി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കുറച്ച് ചിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വർഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ചാനൽ പരമായിട്ട് ഞാൻ അധികം ഗ്രോ ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ഈ വർഷത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ബുക്ക് ഞാൻ ഇന്നാൾ നോക്കിയിട്ട് കയ്യെന്നായിപ്പോയി. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൻ തള്ളലായിരുന്നു. 26,000 നിൽക്കുന്നേ ഉള്ളൂ. ഇനിയും കിടക്കുന്നു 75,000 പ്ലസ് 1 ലക്ഷം. അപ്പോൾ എനിക്കത് ആ റെസൊല്യൂഷൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. കാരണം അതൊക്കെ ഫണ്ണിയാണ് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക്. എനിക്ക് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രഹസ്യമായിട്ടൊന്ന് വെച്ചിട്ടുണ്ടെന്ന്, അതാണെന്ന് തോന്നുന്നു. അതൊന്നും ഞാൻ പാലിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ PGക്ക് പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു. എൻ്റെ ഡാഡിക്ക് വേണ്ട PG ഇതായിരുന്നില്ല. പക്ഷെ എനിക്ക് ഏതെങ്കിലും PG എടുത്താൽ മതി. കാരണം എനിക്കിനി MD എൻട്രൻസ് പഠിക്കാൻ വയ്യ. ഒന്ന്, അതിങ്ങനെ ഇതുപോലെ ഈസി ആയിട്ട് കിട്ടത്തില്ല. പക്ഷേ MD എൻട്രൻസ് പഠിക്കാൻ വയ്യ ഒന്ന്. പിന്നെ അവിടെ പോയി എനിക്കിനി 3 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ. സെക്കൻഡ് പോയിന്റ്. പിന്നെ എനിക്കിനി വീണ്ടും സെയിം ഒരു സ്ട്രെസ്സുള്ള ലൈഫിലോട്ട് പോകണമെന്നില്ല. മെഡിക്കൽ കോളേജൊക്കെ സ്ട്രെസ്സാണ്. അവിടെ സ്ട്രെസ് ഇല്ലാണ്ട് പഠിച്ച ആരും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലും, ഇപ്പോൾ ഹോമിയോ മാത്രമല്ല വേറൊന്നിലും ഞാൻ കണ്ടിട്ടില്ല. അവിടെ വേറൊരു ലോകമാണ്. അപ്പോൾ ഇവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ ഉണ്ടല്ലോ, എൻ്റെ ഇവിടെ പഠിക്കുന്ന മിക്കവരും എന്നെക്കാരും ഇളയതാണ് ബോയ്സൊക്കെ. അപ്പോൾ എനിക്ക് +2 പഠിച്ചപ്പോഴത്തേക്കുള്ളൊരു ഫീലിംഗ് ഇല്ല. നമുക്ക് എല്ലാവരുടെ അടുത്ത് ഹൈവേ റിലേഷൻ വയ്ക്കാൻ പറ്റും, കാരണം ടെൻഷൻ ഇല്ല. പിന്നെ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മളൊന്ന് മിണ്ടി വരുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും നമുക്ക് വേറെ റൂട്ട് പിടിക്കാമെന്ന്. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കില്ല. അവിടെ എല്ലാവരും എന്നെക്കാരും ഉള്ളതാണ്. മീൻസ് എല്ലാവരും അല്ല, മെജോറിറ്റി എന്നെക്കാരും ഉള്ളതാണ്. അപ്പോൾ എനിക്ക് എല്ലായിടത്തും ഹൈ ബൈ റിലേഷനിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബോയ്സിനും ഗേൾസിനും തുല്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ +2 വരെയാണ് അങ്ങനെ എല്ലാവരും ഒരുപോലെ കാണുന്ന രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ BSc മാത്സ് പഠിക്കാൻ പോയ കഥ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി. അങ്ങനെ അതുകൊണ്ട് എനിക്ക് കോളേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഞാൻ വേറൊരു കാര്യം വിചാരിച്ചു കേട്ടോ. ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹോം സിക്നെസ് എനിക്ക് ഭീകരമായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. അത് ഞാൻ വിചാരിച്ച പോലെ ഉണ്ടായില്ല. അറ്റ് പ്രസൻറ്റ് വരെ എനിക്ക് ഉണ്ടായില്ല. ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ BHMSനൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 17 വയസ്സായിരുന്നു, എനിക്ക് 32 വയസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ 2025 റെസൊല്യൂഷൻ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഈ വർഷം ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പുതിയ വർഷത്തേക്ക് അധികം റെസൊല്യൂഷൻ എടുക്കുന്നില്ല. എനിക്ക്
ആ ബുക്ക് കണ്ടോ മനസ്സിലെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഇത് ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് പൊതുവെ ഞാൻ വിചാരിക്കും പോലെയല്ല നടക്കുന്നത്. പക്ഷേ സംഭവിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവും ഇത് ബെറ്ററാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഐഡിയ ഉണ്ടെങ്കിൽ, ലോങ് വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ കുറവാണ്, ഞാൻ ഇടാറായപ്പോഴത്തേക്ക് എനിക്ക് വ്യൂസ് നല്ലോണം കുറഞ്ഞ്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ 20 വ്യൂസ് എങ്ങാനും കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ അതിൻ്റെ അകത്ത് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇനി ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇട്ടോ, ഈ വീഡിയോയുടെ താഴെ. അപ്പോൾ ഞാനത് എവിടെ ഇടാം? എൻ്റെ 2025 റെസൊല്യൂഷൻ പറയത്തില്ലേ, അത് നടന്നില്ല ഇന്ന്. അത് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. എന്താ ആൻസർ പറയാനായിട്ട് ട്രൈ ചെയ്യാമല്ല, ഞാൻ പറയും. ഒരുപാട് പേഴ്സണൽ ചോദിച്ചില്ലെങ്കിൽ, ഒരുപാട് പേഴ്സണൽ വെച്ച് ഡിപ്ലോമാറ്റിക്കായി. എന്നാൽ ആരോ വീഡിയോയുടെ താഴെ പറഞ്ഞിരുന്നത് എൻ്റെ പിങ്ക് ലിപ്സ്റ്റിക് ഇടലിനെ പറ്റി. അതെന്നറിയാവോ, ഞാൻ ചിലപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യുന്ന PH ലിപ് ബാം ആയിരിക്കും. അപ്പോൾ അതൊരു പിങ്ക് കളർ കൊടുക്കും. ഇപ്പോൾ ഞാൻ വേറെ കളർ ന്യൂട്രലൊക്കെ ഇട്ടാലും, മീൻസ് അത്രയും ഓവർ പവറിങ് അല്ലെങ്കിൽ അത് എല്ലാം കൂടെ ചേർന്ന് പിങ്കായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ഞാൻ വേറെ അത്രയും ബ്രൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള കളർ ഇട്ടാൽ മാത്രമേ ആ പിങ്ക് പോകുന്നുള്ളൂ ഷെയ്ഡ്. ഞാനിപ്പോൾ ആ ലിപ് ബാം ഇടുന്ന നിർത്തിയതുകൊണ്ട്. മീൻസ് എല്ലാം പിങ്കായി പോകുന്നു. പിങ്ക് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിങ്ക്. അത് കൂടാണ്ട് എല്ലാം പിങ്കായി പോകുന്നതിൻ്റെ കാരണമാണ് അത് പറഞ്ഞ കേട്ടോ. അല്ല, ഞാൻ പിങ്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ചിച്ചാൻ വീഡിയോ ചെയ്തതെന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ.